റിയാദിൽ വന്നിട്ട് ഈ സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ കേൾക്ക് നഷ്ടം. ഏറ്റവും മോനെ തലശ്ശേരിക്കാരനാണ്. എവിടെയുള്ളതെന്നല്ലേ, റിയാദിലുള്ള റെഡ് സാൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബഗ്ഗി റൈഡ് വേണം. ഇതാ ബഗ്ഗി ഉണ്ട്. ഒരു ചെറിയ സ്കൂട്ടർ, നമ്മൾ 4 വീൽ സ്കൂട്ടർ ബഗ്ഗി തന്നെ 4 വീൽസ് ബൈക്ക് വേണം. ഇത് പല ക്വാളിറ്റിയിൽ പല ചെറുതും വലുതും എല്ലാം ആയിട്ടുള്ളുണ്ട്. പിന്നെ ബഗ്ഗി വേണ്ടാക്ക് നല്ല ബഗ്ഗി ഫാമിലി ആയിട്ടും ക്യാമ്പിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് പോകാൻ പറ്റിയ രീതിയിലുള്ള വലിയ ബഗ്ഗി ഉണ്ട്. നിങ്ങൾ ബഗ്ഗി ഉണ്ടോ? ബഗ്ഗി ഇതിലൊക്കെയുള്ള റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ലെവൽ റൈഡ് ആയിരിക്കും. ഏറ്റവും ടോപ്പിന് അടിപൊളി എന്ന് പറയാൻ പറ്റിയ റൈഡാണ് നമ്മളെ ഏത് റൈഡ്? പാരാഗ്ലൈഡ്. ഇത് എന്നും വരുന്നുണ്ട് കേട്ടോ, സാധനം എന്നും വരുന്നുണ്ട്. ഇത് 1.5 5 ഇട്ടിട്ട് പറഞ്ഞു, 4-5 ഉണ്ട്. ഇന്ന് ശരിക്കും പറയാം ഇവർ ഇന്നത്തെ ദിവസം, ഇന്ന് തിങ്കളാഴ്ച ശരിക്കും ഇവരെ പാരാഗ്ലൈഡിങ് ഇല്ല ഇവിടെ. പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ പിന്നെ സംസാരിച്ചപ്പം പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കായിട്ട് വന്നത് കേട്ടോ. ഇപ്പോൾ ഇത് എനിക്ക് വേണ്ടി മാത്രം വന്നത് ഈ യാത്ര. എന്തായാലും നമുക്ക് ആകാശത്തെ വ്യൂവും കൂടി കാണാം. റിയാദിൽ വന്നിട്ട് ഈ സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ കേൾക്ക് നഷ്ടം. സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടം തന്നെയാ. പൊളിന്ന് വെച്ചാൽ എന്തൊരു വൈബ് എന്ന് പറയട്ടെ. ചെറിയൊരു കത്തലുണ്ടായിരുന്നു ഉള്ളുന്ന്, പക്ഷെ സംഭവം അടിപൊളി വെച്ചാൽ പൊളി ഒന്നും പറയാനില്ല. അത്ര ഇഷ്ടമായി എനിക്ക്. പൊളി സംഭവം കേട്ടോ. ക്യാപ്റ്റനെങ്കിൽ പൊളി ഒന്നും പറയാനില്ല. ആര് വരുന്നുണ്ടെങ്കിൽ നേരെങ്കിൽ വന്നോ നമ്മുടെ റെഡ് സാൻഡിൽ. ഇനി ലൊക്കേഷൻ ചോദിക്കുന്നതാണ്. റെഡ് സാൻഡിന് അടിച്ചാൽ മതി. വെറും റെഡ് സാൻഡിന് അടിച്ചാൽ തന്നെ ഇവിടെ കിട്ടുക. മുസാമിയാണോ നോക്കിയാൽ മതി. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റിൽ വന്നിട്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചുതരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടിച്ച് അങ്ങനെ അയച്ചുതരാം. അപ്പോൾ ആരും മറക്കണ്ട, ഇത് മറക്കണ്ട കേട്ടോ ആരും.